പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കല്യാണം ആലോചിച്ചുകൊണ്ട് നമ്മുടെ CA വന്ന കാര്യം അനന്തപുരി തറവാട്ടിലെ എല്ലാവരും അറിയുകയാണ്. ജലജ അക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ അനിയോട് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നീ അവളുടെ പിന്നാലെ നടക്കണ്ട, അവളെ കല്യാണം ആലോചിച്ചിട്ട് നല്ലൊരു പയ്യൻ തന്നെ വന്നിട്ടുണ്ട്, അത് മറ്റാരുമല്ല, അത് CA തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ഇത് കേട്ടിട്ട് എനിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളുടെ പിന്നാലെ നടക്കണ്ടോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അത് നിങ്ങളാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യവും എന്നോട് പറയേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇത് മിക്കവാറും അവളെ കാണാനോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ആയിരിക്കും പോയിരിക്കുക, അങ്ങനെയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി തൻ്റെ മകനായിട്ട് കൂടി ജാനകി പറയുന്നുണ്ട്, ഒന്ന് കിട്ടേണ്ട കുറവ് നല്ലോണം ഉണ്ട്, വാങ്ങിച്ചു കൂട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ജാനകി അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ CI സച്ചിദാനന്ദൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്, നീ വീണ്ടും വന്നോ, നിന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, നീ എന്താ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് കോഴിയെ നടക്കുകയാണോ, അതൊന്നും എവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ ഒരു കോഴിയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് CIനോട് അനി പറയുന്നുണ്ട്, ഒരു കോഴിക്ക് മറ്റൊരു കോഴിയെ കണ്ടാൽ വേഗം മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് CI ഒരു കോഴിയാണ് എന്നുള്ള രീതിയിൽ പറയുമ്പം, നീ എന്താടാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ മുഖത്തടിക്കുകയാണ് CI. ഇത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ട് വരുന്നത്. നന്ദുവിന് അതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നന്ദുവിന് അങ്ങ് ദേഷ്യം വന്നു. പക്ഷെ ആ സമയത്ത് പ്രതികരിക്കുന്നത് ബുദ്ധിയല്ലാന്ന് തോന്നിയിട്ട് വെറുതെ വിടുകയാണ്. എന്നിട്ട് CIക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനി നന്ദുവിനെ നേരെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് വന്ന് അയാളിനെ തല്ലാനും തുടങ്ങി. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, നീ എന്താ കല്യാണം കഴിക്കാനൊക്കെ മൂളി കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനി, നീ എന്താ ഈ പറയുന്നത്, അയാൾ ഞാൻ അറിയാതെ വീട്ടിൽ വന്ന് ആലോചിച്ചതാണ്, അല്ലാതെ എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കിപ്പോൾ കല്യാണം തന്നെ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതൊരിക്കലും നടക്കില്ല, അയാൾ അതിന് മനക്കോട്ട് കെട്ടി നടക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അത് പിന്നെ അയാളോട് പറഞ്ഞൂടെ, നീ എന്തിനാ അത് പറയാതെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, അത് പിന്നെ അതിനുള്ളൊരു അവസരം കിട്ടിയില്ല, അവസരം കിട്ടുമ്പോൾ ഞാൻ തന്നെ അത് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ CIനെ എതിർത്തുകൊണ്ടാണ് അനി അകത്തോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെ CI പിന്നാലെ വന്നിട്ട് അനിയെ ചൊറിഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, വീട്ടുകാരും ഒന്നും ഇങ്ങോട്ട് വീട്ടുകാരും പറഞ്ഞിട്ട് വരരുത് എന്നുള്ളത് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു സ്ഥാപനമാണ്, നീ എന്താ പറഞ്ഞത് അനുസരിക്കില്ലേ, നീ ഇത്രയും വിവരമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ, ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, സോറി, ഞാൻ അവനോട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പം, എന്താ ഇത്ര വലിയ അത്യാവശ്യം, അവൻ്റെ ഭാര്യ അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെ നീ കേട്ടിട്ടുണ്ടല്ലോ, മറ്റൊരു പെൺകുട്ടിയോട് അടുപ്പം കാണിച്ചാൽ ഒരു പെൺകുട്ടിയും അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതേസമയം നമ്മുടെ അനിയുടെ കാമുകിയാണ് നന്ദുവിനെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നുള്ളതൊന്നും CIക്ക് അത്ര വ്യക്തമല്ലായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നന്ദു ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അനിയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷമാണ് നന്ദുവിനോട് സച്ചിദാനന്ദൻ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അനിയെ ഈ സച്ചിദാനന്ദൻ അഴിച്ചതിനെക്കുറിച്ചായിരുന്നു. എന്നിട്ട് ഇയാൾക്കിട്ടൊരു നല്ല പണി കൊടുക്കണം, അത് ഞാനാണ് എന്നുള്ളത് അറിയുകയും ചെയ്യരുത് എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈകുന്നേരം ഒരു ഇരുടായ സമയത്തും നമ്മുടെ നന്ദു ഇക്കാര്യത്തെക്കുറിച്ച് അയാൾക്ക് എങ്ങനെ പണി കൊടുക്കും എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അനാമികയുടെ അച്ഛന് പണി കൊടുത്ത പോലെ, നമ്മുടെ ട്രെയിനർക്കിട്ട് പണി കൊടുത്ത പോലെ ഇയാൾക്കൊരു പണി കൊടുത്താലോ, എന്നെ പിടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തയിൽ, ആ ഒരു പേടിയിൽ നമ്മുടെ നന്ദു അയാൾ താമസിക്കുന്ന CI താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വാതിലൊക്കെ തുറപ്പിച്ച് ആരാണെന്ന് ആ സമയത്ത് CIയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നിനക്ക് പരിചയപ്പെടുത്തി തരണോ എന്നുള്ള രീതിയിൽ സൗണ്ടൊക്കെ മാറ്റി പറഞ്ഞിട്ട് CIയിട്ട് പൊതിരെ തല്ലി അമർത്തുകയാണ്. ആ ഒരു സമയത്ത് CIക്ക് അത് എതിർത്ത് തിരിച്ചടി കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൊതിരെ തല്ലി അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. എന്നിട്ട് അനിയെ അടിച്ച ആ ഒരു രംഗവും പ്രതികാരം ചെയ്ത രംഗവും ഒക്കെ നന്ദു ആലോചിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഓഫീസിലോട്ട് സച്ചിദാനന്ദൻ സാർ വരുന്നുണ്ട്. ആ സമയത്ത് മുഖത്തും കയ്യിലും ഒക്കെ കെട്ടുകളുണ്ടായിരുന്നു.
അങ്ങനെ നന്ദു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സാർ, ഇതെന്താ പറ്റിയത്, ഇന്നലെ പോകുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കൈയൊക്കെ ആരോ തല്ലി ചതച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, തല്ലി ചതയ്ക്കാനോ, എന്നെ ആര് തല്ലി ചതയ്ക്കാൻ, എന്നെ എതിരിടാൻ ആർക്കും കഴിയില്ല, ഇതൊരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്, ബൈക്ക് ചെറുതായിട്ടൊന്ന് മറഞ്ഞു, അതിൽ തട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറ്റുമോ ബൈക്ക് മറഞ്ഞാൽ, ഇതാരോ ഇടിച്ച് ചതച്ച പോലെയാണല്ലോ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നല്ല, ഞാൻ പറഞ്ഞത് വിശ്വസിക്കുകയും, ഞാൻ പറഞ്ഞത് എന്താ തനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എനിക്ക് വിശ്വാസമായി, കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ ഉണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് CI അകത്തോട്ട് പതുക്കെ പതുക്കെ കയറി പോവുകയാണ്. ആ സമയത്ത് നല്ലൊരു പുഞ്ചിരിയോടുകൂടി നന്ദു സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്.